വിക്കറ്റ് കീപ്പർ ബോൾ എറിഞ്ഞുകൊണ്ട് സ്റ്റമ്പ് തെറിപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? ഒരു വിക്കറ്റ് കീപ്പറുടെ കയ്യിൽ ബോൾ കിട്ടിയാൽ അത് അയാൾ സ്റ്റമ്പിൽ തട്ടി സ്റ്റംപ് ചെയ്ത് ബാറ്ററെ ഔട്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഒരു ഫാസ്റ്റ് ബൗളറുടെ ബോളിൽ ബോൾ എറിഞ്ഞുകൊണ്ട് സ്റ്റമ്പ് തെറിപ്പിച്ചാൽ അതെന്താണ്? അപ്പോഴും അത് സ്റ്റമ്പിംഗ് തന്നെയാണ്. കാരണം വിക്കറ്റ് ഫെയർ ആയി തെറിപ്പിക്കണം എന്ന് മാത്രമേ സ്റ്റമ്പിംഗ് നിയമത്തിൽ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ when at least one bail is completely removed from the top of the stumps or one or more stumps is removed from the ground. ഇങ്ങനെ വിക്കറ്റ് തെറിപ്പിക്കാൻ പലവിധം രീതികളുണ്ട്. അതിലുള്ള പല രീതികളിൽ അഞ്ചാമത്തെ രീതിയായി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ സ്റ്റമ്പിങ്ങിൽ പൊതുവെ കാണാറുള്ളത്. By a fielder with his or her hand or arm providing that the ball is held in the hand or hands so used or in the hand of the arm so used. പക്ഷേ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ രീതി ഇതാണ്, ബൈ ദ ബോൾ കൊണ്ട്. അതായത് കീപ്പർ ബോൾ എടുത്ത് എറിയുമ്പോൾ ബോൾ കൊണ്ടാണ് വിക്കറ്റ് തകർക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിക്കറ്റ് തെറിക്കുന്ന നിയമവും അതിനോടൊപ്പം സ്റ്റമ്പിങ്ങിൽ വിക്കറ്റ് തെറിക്കുന്നതിനുള്ള നിയമസാധ്യതയും അവിടെ പാലിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കീപ്പർ ബോൾ ഏത് വിധേനയും എടുത്ത് എറിഞ്ഞ് വിക്കറ്റ് തെറിപ്പിച്ചാൽ മതി. അണ്ടറാമായിട്ടോ തലയ്ക്ക് മുകളിലൂടെയോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എറിയാം. അതുമാത്രമല്ല സ്റ്റമ്പിംഗ് നിയമത്തിൽ പറയുന്നുണ്ട്, ഇഫ് ദ വിക്കറ്റ് ഈസ് പുട്ട് ഡൗൺ ബൈ ദ ബോൾ ഇറ്റ് ഷാൽ ബി റിഗാർഡഡ് ആസ് ഹാവിംഗ് ബീൻ put down by the wicket keeper if the ball rebounds onto the stumps from any part of the wicket keeper's person or equipment or has been kicked or thrown onto the stumps by the wicket keeper. കീപ്പറുടെ ശരീരമോ ഉപകരണങ്ങളിലോ തട്ടി സ്റ്റമ്പിലേക്ക് ബോൾ വീഴുകയോ അയാൾ ആ ബോൾ തൊഴിച്ച സ്റ്റമ്പിലേക്ക് ഇടുകയോ ചെയ്താൽ പോലും സ്റ്റമ്പിംഗ് സാധ്യമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ബോൾ കയ്യിൽ പിടിച്ച് മുട്ടിച്ചാൽ മാത്രമേ സ്റ്റമ്പിംഗ് ആവൂ എന്നുള്ള തോന്നൽ ഇനി മുതൽ വേണ്ട.